ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകാൻ സാധ്യത പോകത്തില്ല. ഇല്ല പോകത്തില്ല. പോകാൻ ചാൻസ് ഇല്ല. അങ്ങയുടെ ഒരു സ്വഭാവം വെച്ച് പോകാൻ ചാൻസ് ഇല്ല. എന്നാലും കോൺഗ്രസിലേക്കാണ് നല്ലത്. നമുക്ക് അങ്ങനെയല്ലോ, എല്ലാരും സമത്വമല്ലേ. കോൺഗ്രസ് ശശി തരൂരിന് ഒരു ലക്ഷ്മണ രേഖ വരച്ചു തുടങ്ങിയിട്ട് കാലം കുറച്ച് അധികമായിരിക്കുകയാണ്. പലവട്ടമായി UDF കോൺഗ്രസ് ശശി തരൂരിന് താക്കീത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ശശി തരൂരിന്റെ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്, അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താകും അതിന്റെ പരിണത ഫലം എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ കാണേണ്ട കാര്യമാണ്. എന്തൊക്കെയായാലും BJPയിലേക്ക് ശശി തരൂർ പോകുമോ എന്നുള്ള സംശയങ്ങളും ചർച്ചകളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ശശി തരൂർ BJPയിലേക്ക് പോകാൻ സാധ്യത പോകത്തില്ല. അങ്ങയുടെ ഒരു സ്വഭാവം വെച്ച് പോകാൻ ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. ഇല്ല, ചാൻസ് ഇല്ല. എന്റെ അഭിപ്രായം ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ കോൺഗ്രസിൽ ഒരുപാട് ശശിതരൂരിന്റെ പേരിൽ ഇല്ല, അത് നമ്മളിപ്പോ പോകുന്ന അഭിപ്രായമില്ലേ, അത് നമ്മുടെ ഇന്ത്യയുടെ ടോട്ടലായിട്ടുള്ള അഭിപ്രായം പുള്ളി പറഞ്ഞു. പുള്ളിക്ക് പറയാനുള്ള വാല്യൂ ഉണ്ടായിട്ട് പുള്ളി പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇരിക്കത്തില്ലല്ലോ. ഇപ്പോഴത്തെ പുള്ളി ഉറച്ചു നിൽക്കും, കോൺഗ്രസ് തന്നെ ഉറച്ചു നിൽക്കും. ശശി തരൂർ BJPയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ? ഇല്ല, സാധ്യതയില്ല. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ചായവ് എങ്ങനെയാന്നുള്ളത് അറിയാൻ പറ്റില്ല. പോകാൻ സാധ്യത ഉണ്ട്, ഉണ്ടെന്നും പറയണില്ലെന്നും പറയണത് അപ്പൊ വ്യക്തമല്ല. ശരി. എനിക്ക് അതിനെപ്പറ്റി എന്റെ അറിയത്തില്ല. എന്നാലും കോൺഗ്രസിലേക്കാണ് നല്ലത്. കോൺഗ്രസിൽ പുള്ളി നിൽക്കുന്നതിനാണ് നല്ലത്. ഇല്ല, ഉറച്ച നിലപാടുള്ള ആളാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ തന്നെ നിൽക്കാൻ സാധ്യത നമുക്ക് അങ്ങനെയല്ലോ, എല്ലാരും സമത്വമല്ലേ. ശരി. BJPയിലേക്ക് വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. ശശി തരൂർ BJPയിലേക്ക് പോകാൻ സാധ്യത കുറച്ച് കൂടുതലൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കോൺഗ്രസിലുള്ള ശശി തരൂരിന്റെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതിനെ കുറിച്ച് എല്ലാം എനിക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. ശരി. ശശി തരൂരിന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ഇന്ന് നമ്മൾ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.